റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തുക എന്നുള്ള നുണപ്രചരണങ്ങൾ തള്ളിവിട്ടത് ഒരു പ്രധാന കാരണമായി. ഒരു കാര്യത്തിന് ചെന്നിട്ടുണ്ട്, അദ്ദേഹം അത് ഗവനിച്ചില്ല, അദ്ദേഹം ഫോൺ വിളിച്ചു പോലും ചോദിച്ചില്ല എന്നുള്ള ഒരു വിഷമരികൊള്ള ആളാണ്. റോഷായിലൊരു മാറ്റം വരണമെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിച്ചതാണ്. നമ്മളിന്നിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേരളം ഒന്നടങ്കം ഒരു UDF തരംഗം തന്നെയാണ് ഉണ്ടായത്. ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്താണോ ഇടുക്കി ജില്ലയിലെ ഇടുക്കി മണ്ഡലത്തില് റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് PK പൗലോസ് വന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് കട്ടപ്പനയിലെ ജനങ്ങളോട് ചോദിച്ചറിയാം, ശരിക്കും ഇത് കേരളം ഒന്നടങ്കമുള്ള ഈ ട്രെൻഡിന്റെ ഭാഗമായി ആണോ ഇടുക്കി മണ്ഡലം UDF പിടിച്ചെടുത്തത്? അതോ റോഷി അഗസ്റ്റിന്റെ പരാജയത്തിന് കാരണം അദ്ദേഹം നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാത്തത് കൊണ്ടാണോ, അദ്ദേഹത്തിന്റെ പ്രശ്നം കൊണ്ടാണോ ഇവിടെ ആ മണ്ഡലം UDFിലേക്ക് പോയത് എന്നൊരു കാര്യം നമുക്ക് കട്ടപ്പനയിലെ നിവാസികളോട് ചോദിച്ചറിയാം. ഒരു UDF തരംഗമായിരുന്നു. അതായത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ UDFിന്റെ ഒരു തരംഗം ഉണ്ടായി. അതുപോലെ റോഷി അഗസ്റ്റിൻ പുള്ളി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി തന്നെയല്ല മന്ത്രി തോറ്റം, 13 മന്ത്രിമാരും തോറ്റു. അത് ഭരണവിരുദ്ധം എന്ന് പറയാൻ പറ്റില്ല. ഒരു ട്രെൻഡ് ഇടതുപക്ഷം ഇത്തരത്തിൽ പരാജയപ്പെട്ടതിന് കാരണം ഭരണവിരുദ്ധ വികാരമായിട്ട് തോന്നുന്നുണ്ടോ? അഹങ്കാരം. ആദ്യകാലം മുതൽ നമ്മുടെ പുതിയ ഭരണം കയറിയപ്പോ ആദ്യ വർഷമല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തല്ലോ. രണ്ടാം വർഷം കയറിയപ്പോ രണ്ടാമത്തെ പ്രാവശ്യം കയറിയപ്പോ അവർ എന്തുകൊണ്ട് ചെയ്യാത്തതിന്റെ ഒരു കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നാണോ? അതെ 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 അതെ. പെൻഷന്റെ വർധനവൊക്കെ നടത്തി എന്നുള്ള വാക്ക് മാത്രല്ലേ ഉള്ളൂ, വാക്ക് പോരല്ലോ. നമുക്ക് ചെയ്ത് കാണിക്കാന്നുള്ളതാണ്. 3000 രൂപ പെൻഷൻ ആക്കും UDF എന്ന് പറയുന്നത്, അതവർ ആക്കിയല്ല. അതിന്റെ ഒരു പകുതി നമ്മൾ പിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാവർക്കും നമുക്ക് അങ്ങനെയുള്ളൂ, പകുതിയിൽ പിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കൊന്നും നടപ്പിലാക്കാനേ ഇവരെക്കൊന്നും ആരെക്കൊന്നും പറ്റിയല്ല. നമുക്ക് കുറെയെല്ലാം നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം, കുറെയെല്ലാം നമുക്ക് കാര്യമായ രീതിയിൽ കൂടെ പോകാൻ. ഇവിടെ ഇടുക്കി മണ്ഡലത്തിൽ പറയുകയാണ്, റോഷി അഗസ്റ്റിനെ തോൽപ്പിച്ചു കൊണ്ടാണ് PK പൗലോസ് വന്നത്. അദ്ദേഹത്തിന്റെ മികവ് കൊണ്ടാണോ, അതോ റോഷി അഗസ്റ്റിനെ അദ്ദേഹം കുറച്ചുകൂടെ പ്രോത്സാഹിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിജയം കൈവരിക്കുവാൻ പറ്റുമായിരുന്നു തോന്നുന്നുണ്ടോ? അദ്ദേഹം നല്ല നേതാവായിരുന്നു, ഇടുക്കിയിലേക്ക് നല്ലൊരു നേതാവായിരുന്നു, എല്ലാ കാട്ടിലും എല്ലാം മുൻപന്തിൽ നിൽക്കുന്ന നേതാവായിരുന്നു. അത് ആ ചെയ്തതിന്റെ ഒരു ഫലമാണ്. രാഷ്ട്രീയത്തിന് അതീതമായ ആൾക്കാർ അദ്ദേഹത്തെ ഉൾക്കൊണ്ടിരുന്നു എന്നൊരു കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ അതെ അതെ, അത് ശരി തന്നെ. എന്നുവെച്ചാല് പുള്ളി ഒരു കുറെ ഭാഗം ചെയ്തെങ്കിൽ നമുക്കത് പുള്ളി നല്ല രീതിയിൽ കൂടെ നമുക്ക് കൊണ്ടാൻ പറ്റും. അത് നമുക്ക് പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പം പുള്ളിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും ചെയ്യാതെ വന്നു. പരാജയത്തിൽ ഒരു കാരണം തരംഗമാണ്. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇടുക്കിക്കാരുടെ കൂടെ, ഇടുക്കിയിലെ ഓരോ ജനങ്ങളുടെ അവസാന കുടിയേറ്റക്കാരനായിട്ട് ഇവിടെ വന്ന ആളാണ് റോഷി അഗസ്റ്റിൻ. അതായത് ഇടുക്കിക്കാരുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്ന് തെറ്റായ രീതിയിലുള്ള ബോധപൂർവമായിട്ട് റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തുക എന്നുള്ള നുണപ്രചരണങ്ങൾ തള്ളിവിട്ടത് ഒരു പ്രധാന കാരണമായി റോഷി അഗസ്റ്റിനെ തോൽവിക്ക്. ചില ചാനലുകൾ UDFിന്റെ പെയ്ഡ് വാർത്തകൾ എന്ന നിലയ്ക്ക് പൈസ മേടിച്ച് UDFിൽ നിന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, റോഷി അഗസ്റ്റിൻ പ്രതിദാനം ചെയ്ത പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. അത് തിരിച്ച് UDFിൽ പോവുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അണികളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പം അത്തരത്തിലൊരു ചർച്ച നടന്നു. ആ ചർച്ചയ്ക്ക് വിലങ്ങനടി കിട്ടുന്നത് റോഷി അഗസ്റ്റിൻ ആണെന്നുള്ള തെറ്റായ പ്രചരണം. അങ്ങനെ ഒരു ചർച്ച പാർട്ടിക്കകത്ത് നടന്നിട്ടില്ല. പാർട്ടി ചെയർമാനും റോഷി അഗസ്റ്റിനുമായിട്ട് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില തെറ്റായ പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ചില നേതാക്കൾ സീറ്റ് കിട്ടുമെന്നുള്ളത് കേരള കോൺഗ്രസ് പാർട്ടി ഇല്ലായ്മ ചെയ്തുകൊണ്ട്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ മാണിയാണേലും ജോസഫ് ആണേലും ഹൈറേഞ്ചിൻ്റെ ഒരു വികസനം, ഹൈറേഞ്ചിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട KM മാണി സാറും PJ ജോസഫ് സാറും ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിനും, അതിനുശേഷം ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മണിയാശാനൊക്കെയാണ് ഇടുക്കിക്ക് വികസനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പം കേരള കോൺഗ്രസ് പാർട്ടി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ആ വിഭാഗത്തെ പ്രദാനം ചെയ്യുന്ന വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ബോധപൂർവമായ ശ്രമത്തോടു കൂടി കോൺഗ്രസ് നടത്തിയ ഒരു മാസ്റ്റർ പ്ലാനാണ് ഇടുക്കിയിലെ സീറ്റ് പിടിച്ചെടുത്തത്. അതിൻ്റെ അകത്ത് കേരള കോൺഗ്രസ് എമ്മിനെ സംരക്ഷിക്കേണ്ടിയിരുന്ന ചില ആൾക്കാരും പെട്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം ഇതിന് മുമ്പുള്ള ടൈമുകളിലെല്ലാം അദ്ദേഹം നല്ല രീതിയിലുള്ള പ്രവർത്തനം വന്നു. അദ്ദേഹം മന്ത്രിയായതോടുകൂടി സാധാരണപ്പെട്ട ആളുകളിൽ നിന്നും അകന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഒരു പ്രശ്നങ്ങളായിട്ട് അദ്ദേഹത്തിന് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അത് വേണ്ട വിധത്തിൽ അദ്ദേഹം ഗൗരവത്തിലായിട്ട് എടുക്കാനായിട്ട് സാഹചര്യം എനിക്ക് അനുഭവമുള്ള ആളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനൊരാവശ്യമായി ചെല്ലുമ്പോഴല്ല മറ്റൊരാളുടെ കണ്ണുനീരുമായി കണ്ണുനീരിൻ്റെ വില പറഞ്ഞുകൊണ്ട്, അല്ലെ ആ കണ്ണുനീരിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞുകൊണ്ട് ഏത് ജനപ്രതിനിധിയാണ് നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് വളരെ ഗൗരവത്തിലെടുക്കണം. എനിക്ക് അത്തരത്തിൽ എനിക്കൊരു തിക്താനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കാര്യത്തിന് വേണ്ടിയില്ല, മറ്റൊരാളുടെ കാര്യത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു കാര്യത്തിന് ചെന്നിട്ടുണ്ട്. അദ്ദേഹം അത് ഗവനിച്ചില്ല, അദ്ദേഹം ഫോൺ വിളിച്ചു പോലും ചോദിച്ചില്ല എന്നുള്ള ഒരു വിഷമം എനിക്കുള്ള ആളാണ്. മൊത്തത്തില് ഈ ഒരു ട്രെൻഡാണ് ഈ കേരളം മൊത്തത്തിൽ UDF പിടിച്ചെടുത്ത ഒരു ട്രെൻഡ് ഇടുക്കി മണ്ഡലത്തിലും ഉണ്ടായി എന്നതാണോ വാസ്തവം? മൊത്തത്തിൽ അതിന്റെ ഒരു ഭാഗമായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞ പോയ കാര്യങ്ങള് എല്ലാവരുടെയും കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് അത്രയും കൂടുതലും ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. ഓരോ വ്യക്തിക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെല്ലാം കേൾക്കാനും അതിന് പരിഹാരം കാണുവാനും എല്ലാം പ്രാപ്തരായിരിക്കണം. അതിനുവേണ്ടി ഇപ്പം MLA അനുസരിച്ച് അല്ലെങ്കിൽ മന്ത്രിയാണെങ്കിലും അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പരാതി, ജനങ്ങളുടെ പരാതി സ്വീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം. ആ പരാതി അദ്ദേഹം അറിയണം. അല്ലെ ആ പരാതി താഴെ നിന്നുള്ള ആളുകൾ അദ്ദേഹം അറിയിക്കാതിരിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ എല്ലാ ജനപ്രതിനിധികളും ഉള്ള ഒരു പ്രശ്നമാണ്. അവർക്ക് കൊടുക്കുന്ന പരാതികൾ അപ്പോൾ മന്ത്രി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധയിലേക്ക് എല്ലാം വരുന്നില്ലെന്ന്, അതിന് താഴെയുള്ള ഒരു സംഘം ഉണ്ടെന്ന്, ഈ സംഘം അവരാണ് തീരുമാനിക്കുന്നത്. ഈ പരാതി അവർക്ക് കേൾക്കണോ, അവരെ കേൾപ്പിക്കണോ, എന്താണ് നടപടി സ്വീകരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനിപ്പോൾ UDF ഭരിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താതെ പറ്റിയില്ല. അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ സാധാരണപ്പെട്ട ആളുകൾക്ക് അവകാശം കിട്ടിയെന്ന് നീതി സംരക്ഷിച്ചെന്ന് പറയാൻ ഒക്കുകയുള്ളൂ. ജനങ്ങൾ തീർച്ചയായിട്ടും അത് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. മൊത്തം ഈ ട്രെൻഡിന്റെ ഭാഗമായിട്ടാണോ ഇടുക്കിയിലും സംഭവിച്ചത്? അത് തീർച്ചയായിട്ടും, കാരണം ഒരു മാറ്റം, വർഷമായാലും ഒരു മാറ്റം വരണമെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിച്ചതാണ്. ജനങ്ങൾ തന്നെയാണല്ലോ ഈ രാഷ്ട്രീയത്തിലെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആൾക്കാർ. ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. പിണറായി വിജയന്റെ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ മൊത്തത്തിൽ കുറ്റം പറയത്തക്ക രീതിയിലാണോ ഈ പ്രശ്നം അന്വേഷണമായിട്ട് സ്വന്തം കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. വേറെ ആരുടെയും കാര്യങ്ങൾ അംഗീകരിച്ചില്ല, പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിച്ചില്ല. 5 തവണയും ഇവിടെ ജയിക്കുമല്ല. 6ാം തവണ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. അയാളുടെ പേര് തന്നെ വാഗ്പാട് മന്ത്രി. വാഗ്പാടേ ഉള്ളൂ, മന്ത്രി അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റം ഇടുക്കി ജില്ലയിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്, നടക്കുമെന്ന് അറിയത്തില്ല. തന്നെ പറഞ്ഞ എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു നേതാവായിരുന്നു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നല്ലപോലെ പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ ഇടുക്കിയിലേക്കാരായതുകൊണ്ട് പുള്ളി നല്ല രീതിയിൽ വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. എന്നെ പോലെയല്ല, പലവരല്ലേ ഇപ്പൊ UDF തരംഗം എന്നുള്ള രീതിയിൽ വന്നെന്നുള്ളത് ട്രെൻഡ് തന്നെ ഫോളോ ചെയ്ത് വന്നു എന്നുള്ളൊരു കാര്യമാണ്. തന്നെയല്ല, ഇത് UDFന്റെ സീറ്റായിരുന്നു നിലവിൽ. UDFന്റെ സീറ്റ് തന്നെയാണ്. അവരിപ്പം റോഷി കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമേ ഇടതുപക്ഷത്ത് പോയിട്ട് അങ്ങനെ വന്നിട്ടുള്ളൂ. അതൊന്നും വലിയ കാര്യമെന്ന് പറയാനില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പരാജയം കൊണ്ടല്ല, അദ്ദേഹം കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയായിരുന്നു. കുറച്ചുകൂടെ അതെ, പുള്ളി കാലം കൂടെ എന്തെങ്കിലും ആക്റ്റീവായിട്ട് നിന്നാൽ മതിയായിരുന്നു. PK പൗലോസ് നല്ലൊരു നേതാവാണെന്ന് പറയുന്നു. അടുത്ത അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും. കട്ടപ്പന 5 വർഷം കഴിയുമ്പോൾ എന്താകും എന്നുള്ളത് അല്ലേ? അതെ, തീർച്ചയായിട്ടും.